Question number 6. Let star be the binary operation on n given by a star b is equal to LCM of a and b. Find first 5 star 7 5 star 7 പിന്നെ 20 star 16 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 star 7 എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് എന്താ വരിക? LCM ഓഫ് 5 ആൻഡ് 7 ആയിരുന്നു. 5 ആൻഡ് 7, അതായത് LCM ഓഫ് 5 ആൻഡ് 7. 5ഉം 7ഉം പ്രൈം നമ്പേഴ്സാണ്, അതായത് കോമൺ ആയിട്ട് ഒറ്റ ഫാക്ടേഴ്സ് ഇതിലില്ല. അപ്പോൾ നമുക്ക് LCM ഓഫ് 5ഉം 7ഉം എന്താ വരിക? 5 × 7 അല്ലേ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 35 കിട്ടും. LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇത് പ്രൈം നമ്പേഴ്സ് ആയ കാരണം കൊണ്ട് അതിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയിരിക്കും വരും. അപ്പോൾ 5 star 7 എന്ന് പറയുന്നത് 35 വരും. ഇനി 20 star 16 ആണ്. ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ ഇങ്ങനെ ചെയ്യാറ് 20നും 16 എടുക്കും. രണ്ടിലും പോകുന്ന ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ? 2 അല്ലേ പോവുക? രണ്ടും ഈവൻ നമ്പേഴ്സാണ്, അപ്പോൾ 2 പോവും. 20 വരുമ്പോൾ 10 വരും, 16 വരുമ്പോൾ 8 വരും. 10ലും 8ലും പോകുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ? 2 അല്ലേ പോവുക? രണ്ടും ഈവൻ നമ്പേഴ്സാണ്. 10ൽ 5 ടൈംസ്, 8ൽ 4 ടൈംസ്. 5ഉം 4ഉം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ പോകുന്ന ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് നമ്മൾ നിർത്താണ്. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ വരിക? 2 × 2 × 5 × 4 വരും. 2 × 2 എന്ന് പറയുന്നത് 4 വരും. 4 × 5 എന്ന് പറയുന്നത് 20. 20 × 4 എന്ന് പറയുന്നത് 8 വരും. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് LCM ഓഫ് 20 60 ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്ത് വരും? 80 വരും. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ A star B എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ LCM ഓഫ് A ആൻഡ് B ആയിരുന്നു. LCM ഓഫ് A ആൻഡ് ബിനെ LCM ഓഫ് BA എടുത്താലും എങ്ങനെ എടുത്താലും ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 20 16 എടുത്തു. 16 20 എടുക്കുകയാണെങ്കിലും എങ്ങനെ പോയാലും സെയിം തന്നെയാണ് വരുന്നത്. നമ്പേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാലും ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിളിന് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ LCM ഓഫ് B എന്ന് പറഞ്ഞ BA എന്ന് പറഞ്ഞ് എഴുതിയാലും സെയിം തന്നെയാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? LCM ഓഫ് BA എന്ന് പറയുന്നത് B star A അല്ലേ. അപ്പോൾ A star B is equal to B star A എന്ന് പറഞ്ഞ് കിട്ടി. A star B is equal to B star A എന്ന് പറഞ്ഞ് കിട്ടി. Therefore star is commutative. HCFൻ്റെ കേസിലും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. HCF ആയാലും LCM ആയാലും AB അതായത് രണ്ട് നമ്പേഴ്സിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. രണ്ട് നമ്പേഴ്സിനെ തിരിച്ച് കണ്ടുപിടിച്ചാലും അതിൻ്റെ വാല്യൂവിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. തേർഡ് ഈസ് സ്റ്റാർ അസോസിയേറ്റീവ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കിത് അസോസിയേറ്റീവ് ആണോ നോക്കാം. A star B star C ഫസ്റ്റ് എടുക്കുകയാണ്. A star B എന്ന് പറയുന്നത് എന്തായിരുന്നു? LCM ഓഫ് A ആൻഡ് B ആയിരുന്നു. സ്റ്റാർ C ആണ്. അപ്പോൾ അതായത് സ്റ്റാർ എടുക്കുകയാണെങ്കിൽ A star B എന്ന് പറയുന്നത് LCM ഓഫ് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM ആണ്. LCM ഓഫ് AB star C എടുക്കുകയാണെങ്കിലോ LCM ഓഫ് ABയുടെയും Cയുടെയും LCM ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ജനറലായിട്ട് LCM ഓഫ് ABC എന്ന് പറഞ്ഞ ചെയ്താലോ? LCM ഓഫ് AB ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ സ്റ്റാർ ചെയ്യാണ്. അതായത് ആ നമ്പറും സിയുടെയും LCM വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും LCM എടുക്കാമല്ലോ. ഇങ്ങനെ ഇങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആണ്. LCM ഓഫ് AB ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ സിയുടെ കൂടെ കണ്ടുപിടിക്കുന്നതും മൂന്നിൻ്റെയും LCM കണ്ടുപിടിക്കുന്നതും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ A star B star C എന്ന് പറയുന്നത് LCM ഓഫ് ABC എന്ന് പറഞ്ഞ കിട്ടി. ഇനി A star B star C എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? A star LCM ഓഫ് BC കണ്ടുപിടിച്ചു. അപ്പോൾ A star LCM ഓഫ് BC എന്ന് പറയുന്നത് എന്തായിരിക്കും? LCM ഓഫ് A ആൻഡ് LCM ഓഫ് BC എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? LCM ഓഫ് ABC എന്ന് പറഞ്ഞ് എഴുതാലോ. മൂന്നെണ്ണത്തിൻ്റെ ഒരുമിച്ച് കണ്ടുപിടിക്കുന്നത് ഈക്വൽ സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ A star B star C is equal to A star B star C is equal to A star B star C എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞു കേട്ടോ. Therefore star is associative.
ഇതിൽ 2 നമ്പേഴ്സിൻ്റെ കണ്ടുപിടിച്ചിട്ട് മൂന്നാമതൊരു നമ്പറിൻ്റെ പിന്നെ കണ്ടുപിടിക്കുന്നതും 3 നമ്പറിൻ്റെ ഒരുമിച്ച് കണ്ടുപിടിക്കുന്നതും സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് അസോസിയേറ്റീവ് എന്ന് പറയാൻ പറ്റിയത്. ഫോർത്ത്, ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയുടെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അതായത് എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് ഇയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റ് ഇ ബി ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ എൻ. അപ്പോൾ ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദെൻ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു കിട്ടും ഫോർ എവറി എ ബിലോങ്സ് ടു എന്നിന്. ഇതിപ്പോൾ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ എടുക്കുകയാണ്. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എന്താ? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എൽ സി എം ഓഫ് എ ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എന്ത് വരും? എൽ സി എം ഓഫ് എ ഇ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? ഇ കിട്ടണം. എൽ സി എം ഓഫ് എ ഇ ഈസ് ഈക്വൽ ടു ഇ വരണമെന്നുണ്ടെങ്കിൽ ഫോർത്ത്, ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സ്റ്റാർ ഇൻ എൻ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇ എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ലെറ്റ് ഇ ബി ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ എൻ. പെന്നിലത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് ഇ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ അനുസരിച്ച് എ സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കിട്ടും. ഫോർ എവറി എയും എവിടുത്തെ എലമെൻ്റ് തന്നെയാണ്? എന്നിലത്തെ എലമെൻ്റ് തന്നെയാണ്. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ? എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ സി എം ഓഫ് എ ആൻഡ് ഇ അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? എ കിട്ടണം. ഫോർ എവറി എ ബിലോങ്സ് ടു എന്നിന് എൽ സി എം ഓഫ് എ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു എ കിട്ടണം. അതായത് 2 നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അതിലത്തെ ഒരു നമ്പർ തന്നെ വരണം. ഇങ്ങനെ ആവാനായിട്ട് ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഇങ്ങനെ എപ്പോഴാണ് വരിക? ഇ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് എൽ സി എം ഓഫ് എ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കിട്ടുള്ളൂ. അതായത് എൽ സി എം ഓഫ് എയും 1 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്നത് 5 എടുക്കുകയാണ്. 5ഉം 1ഉം ഫൈവിൻ്റെയും 1ൻ്റെയും എൽ സി എം എന്താ? ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താ? 5 × 1 ആണ്. അതുപോലെ 2, 1 വരാണെങ്കിലോ ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 2 × 1 ആണ്. 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതേ നമ്പർ തന്നെ കിട്ടാനായിട്ട് അതേ നമ്പർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇ ആയിട്ട് ചൂസ് ചെയ്യുന്നത് 1 എടുത്താൽ മാത്രമാണ് നമുക്ക് എൽ സി എം ഓഫ് എ ഇ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആണ്? എന്നിലത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ? ഇ ആണ് നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടി. Therefore 1 ഈസ് ദി ഐഡൻറ്റിറ്റി element of star in n. Fifth one, which elements of n are invertible for the operation star? അപ്പോൾ ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവേർട്ടിബിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇൻവേർട്ടിബിൾ ഉണ്ടെന്ന് പറഞ്ഞെടുക്കുകയാണ്. എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണെന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെങ്കിൽ അതിന് മുന്നേ ആ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതിൽ ഇ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു കിട്ടി. അതായത് ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലെറ്റ് എ എന്ന് പറയുന്നത് ബി ആൻ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് ഇൻ എൻ. ഇപ്പോൾ ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്നതാണ് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആണെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ അനുസരിച്ച് ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ദെൻ there exists an element b belongs to n such that definition ആണ് എഴുതുന്നത് a star b is equal to b star a is equal to e. ഈ e എന്ന് പറയുന്നത് നമ്മൾ എന്താണ് തൊട്ട് മുന്നേ ചെയ്തതിൽ 1 ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. e is equal to 1 ആണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് a star b is equal to
1 ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണല്ലോ. വിച്ച് ഇംപ്ലൈസ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് LCM ഓഫ് എ ആൻഡ് ബി ആണ്. LCM ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 വരണമെന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളത്, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി ആണ് 1 വരുന്നത്. അതായത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 ആണ് കിട്ടേണ്ടത്. ഈ എയും ബിയും എവിടുത്തെ എലമെൻ്റ് ആണ് തന്നിട്ടുണ്ട്? നാച്ചുറൽ നമ്പർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് ആകെ ഒറ്റ പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. എയും ബിയും എന്തായിരിക്കണം? എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ LCM ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താ വരിക? 1ഉം 1 ആണ് വരുന്നത്. അതായത് 1 × 1 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ എയും ബിയും 1 ആയാൽ മാത്രമാണ് ഈ കണ്ടീഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ എലമെൻ്റ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. എ ഈസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ 1 ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഇതിലത്തെ ഇൻവേർട്ടിബിൾ എലമെൻ്റ് എന്ന് പറയുന്നത്. ദസ് 1 ഈസ് ആൻ ഇൻവേർട്ടിബിൾ എലമെൻറ്റ് ഇൻ N. ഫസ്റ്റിന് നമ്മൾ എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ എലമെൻ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇൻവേർട്ടിബിൾ ഡെഫിനേഷൻ അനുസരിച്ച് അതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ ആയിട്ട്. ഇ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ചെയ്തതിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞിട്ടും ഈ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? LCM ഓഫ് എ ബി ആണ്. അപ്പോൾ LCM ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 1. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് 1 വരണം. അപ്പം അങ്ങനെ വരാനായിട്ട് പിന്നെ എയും ബിയും എന്നിലത്തെ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ആകെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, എ ഈക്വൽ ടു ബി ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ എലമെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ എലമെൻറ്റ് എന്ന് പറഞ്ഞു കിട്ടി. താങ്ക് യു.